പരിശുദ്ധ ലൂർദ് നാഥയുടെ തിരുനാൾ ആഘോഷത്തിൽ അനുഗ്രഹങ്ങൾ തേടി അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നല്ല തിരുനാളിൻ്റെ മംഗളാശംസകളും ദൈവാനുഗ്രഹങ്ങളും നേരുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം വഴി ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മരത്തിലെ ഒരു ഇല പോലും ആടാതെ കാറ്റിൻ്റെ മന്ദമാരുതൻ അനുഭവിക്കുന്ന പുണ്യദിനം, ഇരുട്ട് നിറഞ്ഞ ഗുഹയ്ക്കുള്ളിൽ പ്രകൃതിയുടെ നിയമത്തെ അതിശയിപ്പിക്കും വിധം കണ്ണുകളെ അങ്ങേയറ്റം പ്രകാശപൂരിതമാക്കുന്ന വലിയ ഒരു സൂര്യോദയം പോലെയുള്ള അഗ്നിഗോളം, ഒരിക്കലും പനിനീർ പുഷ്പങ്ങളുടെ കാലഘട്ടമല്ലാതിരുന്നിട്ട് കൂടി പനിനീർ പുഷ്പങ്ങളുടെ സുഗന്ധം വ്യാപരിച്ച പുണ്യദിനം 1858 ഫെബ്രുവരി 11 ലൂർദിൽ സംഭവിച്ച കൊച്ചു അത്ഭുതങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലൂർദിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉടനെ പറയുന്ന ഒന്ന്, പരിശുദ്ധ അമ്മ ബർണദീതയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള വലിയ അത്ഭുതമാണ്. പക്ഷേ ആ അത്ഭുതത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രകൃതി നിയമങ്ങളെ പോലും അതിശയിപ്പിക്കുകയും ആ നിയമങ്ങളിൽ ലംഘിക്കുകയും ചെയ്യുന്ന അനേകായിരം അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പേറുന്ന ആ പുണ്യ ഇടത്തിന് മനോഹാരിത കൂട്ടുന്നത്. ലൂർദിൽ പോയാൽ അവിടെ അല്പനേരം ഇരുന്നാൽ മനുഷ്യൻ്റെ മനസ്സിനും യുക്തിക്കുമെല്ലാം അതീതമായി ദൈവം അനേകായിരങ്ങളെ സ്പർശിക്കുന്നു എന്ന് തൊട്ടറിയുവാനുള്ള ഭാഗ്യം അവിടെ പോകുന്നവർക്ക് കിട്ടാറുണ്ട്. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന, വയനാടിൻ്റെ മഹോത്സവം എന്ന് വിളിക്കപ്പെടുന്ന പള്ളിക്കുന്നിലെ ഈ തിരുനാൾ മഹോത്സവത്തിൽ ഇവിടെ വരുന്ന ഓരോ വിശ്വാസിയും അനുഭവിച്ചറിയുന്നത് പ്രകൃതി നിയമങ്ങൾക്കതീതമായി മനുഷ്യയുക്തിയെ അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങളുടെ നീണ്ട നിര തന്നെയാണ്. അനേകായിരങ്ങളാണ് ഈ അമ്മയുടെ അടുക്കൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങളുമായി തിരികെ പോകുന്നത്. ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് നമുക്ക് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് അത്ഭുതങ്ങൾ മാത്രമല്ലല്ലോ നമുക്ക് നൽകുന്നത്, മനസ്സിൽ കോറിയിടാൻ ചില സന്ദേശങ്ങൾ കൂടി നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ബർണദീതയിൽ അമ്മ നൽകിയ മനോഹരമായ വാചകം, ഐ ആം ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, ഞാൻ അമലോത്ഭവനാഥയാണ്. എന്താണ് ഈ വാചകത്തിൻ്റെ അർത്ഥം എന്തെന്ന് ചെറിയ ബാലികയായ പെൺകുട്ടി ബർണദീതയ്ക്ക് മനസ്സിലായില്ല. പിന്നീട് അതിനെക്കുറിച്ച് ആരാഞ്ഞ് പഠിച്ച് മറ്റുള്ളവരോട് ചോദിച്ചറിയുമ്പോഴാണ് പാപത്തിൻ്റെ കറപുരളാത്ത ഉത്ഭവത്തിൽ തന്നെ വിശുദ്ധിയോടുകൂടി എന്നും ദൈവത്തിൻ്റെ കരവലയത്തിൽ സ്നേഹഭാജനമായി ജീവിച്ച വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ എന്നുള്ളത്. തിരുസഭ മാതാവ് പഠിപ്പിക്കുന്ന വലിയൊരു ഡോഗ്മ ഈ അമലോത്ഭവനാഥ എന്നുള്ളതാണ്. പരിശുദ്ധ ലൂർദ് നാഥ നൽകിയ ഈ വാചകം തന്നെയാണ് പ്രിയമുള്ളവരെ ഈ ലൂർദ് നാഥയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഹൃദയത്തിൽ വഹിക്കേണ്ട ആദ്യ സന്ദേശം. അമലോത്ഭവം, പാപത്തിൻ്റെ കറപുരളാത്തൊരു ജീവിതം നീ എന്ന് അമ്മയ്ക്ക് സമ്മാനമായി നൽകുന്നുവോ അന്ന് അമ്മയുടെ പ്രിയപുത്രനും പ്രിയപുത്രിയുമായി നീ മാറും എന്നുള്ളത്. കുമ്പസാരക്കൂട്ടിനെ പ്രണയിക്കുന്നവരായിരിക്കണം പരിശുദ്ധ അമ്മയുടെ മക്കൾ എന്ന് ലൂർദ് നാഥ പഠിപ്പിക്കുകയാണ്. മാനസാന്തരത്തിലേക്ക് നീങ്ങുവിനെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ലൂർദിൽ മാത്രമല്ല അനേകമിടങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ വിശ്വാസികൾക്ക്, തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് സന്ദേശം കൊടുത്തിട്ടുള്ളത്. അനുതപിച്ച് മാനസാന്തരപ്പെടുവിൻ, വിശുദ്ധിയുള്ളൊരു ഹൃദയം നിങ്ങൾ പാകപ്പെടുത്തിയെടുക്കുവിൻ. ഈശോയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ സമ്മാനം ഈ വിശുദ്ധിയുള്ള
ഹൃദയം തന്നെയാണെന്ന് പറയുന്നു. വിശുദ്ധ ജെറോം ക്രിസ്മസ് കാലഘട്ടത്തിൽ താൻ ഏറ്റെടുത്തിരുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ച് ധ്യാനനിമഗ്നനായിരുന്നപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈശോ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ ജെറോമിനോട് ചോദിച്ചു, നീ എന്ത് സമ്മാനമാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എനിക്ക് തരിക? വിശുദ്ധ ജെറോമിനെ കുറിച്ച് പറയുമ്പോൾ ആഗോള കത്തോലിക് സഭ കടപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ബൈബിൾ തർജിമ ചെയ്ത ഏറ്റവും വലിയൊരു ചിന്തകൻ, ഏറ്റവും വലിയൊരു ദൈവശാസ്ത്രജ്ഞൻ എന്നുള്ള തലക്കെട്ടിലാണെങ്കിൽ വിശുദ്ധ ജെറോം പറഞ്ഞത് അതുതന്നെയാണ്. ഞാൻ തർജിമ ചെയ്ത ലത്തീൻ ഭാഷയിലേക്ക് പരിഭാഷ ചെയ്ത വിശുദ്ധ ബൈബിൾ തന്നെയാകട്ടെ എൻ്റെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുകയാണ്. പക്ഷേ ഈശോ അത് വേണ്ട എന്ന് പറയുകയാണ്. പിന്നീട് അങ്ങോട്ട് വിശുദ്ധ ജെറോം പറഞ്ഞ യാതൊരു സമ്മാനവും ഈശോയ്ക്ക് പ്രിയങ്കരമായിരുന്നില്ല. അവസാനം വിശുദ്ധ ജെറോം ഇപ്രകാരം ചോദിക്കുന്നു, എന്ത് സമ്മാനമാണ് ഈശോയെ നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ഈശോ പറഞ്ഞു, ഗിവ് മീ യുവർ സിൻസ്. നീ നിന്റെ പാപങ്ങൾ എനിക്ക് തരിക. പ്രിയമുള്ളവരെ, ഈശോ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നിന്റെ പാപങ്ങൾ തന്നെയാണ് എന്ന് ലൂർദ് മാതാവ് നമ്മെ സാക്ഷ്യപ്പെടുത്തി പഠിപ്പിക്കുകയാണ്. ലൂർദ് എന്ന ചെറിയ ഗ്രാമത്തിൽ ഇന്നും അനേകായിരങ്ങൾ പോയാൽ മാമോദീസായുടെ നവീകരണത്തെ ഓർമ്മപ്പെടുത്തുന്ന വിധം അവിടെ നിന്നൊഴുകുന്ന ആ നീരുറവയിൽ നിന്ന് ജലം തൻ്റെ ശിരസ്സിലേക്ക് വഹിച്ചുകൊണ്ട് അവിടെ മുങ്ങിക്കുളിച്ച് ഒരു വലിയ നവീകരണം, ഒരു വിശുദ്ധിയുടെ അനുഭവം, ഒരു പാപത്തിൻ്റെ കറ കഴിയുന്ന അനുഭവത്തിലൂടെ എല്ലാ വിശ്വാസികളും കടന്നു പോകാറുണ്ട്. അത് ഓർമ്മിപ്പിക്കുന്നത് മാനസാന്തരപ്പെട്ട് വിശുദ്ധിയുടെ ഏറ്റവും പുതിയ വസ്ത്രം ധരിക്കുവിനെന്നുള്ള അമ്മയുടെ സന്ദേശം തന്നെയാണ്. ഞാൻ അമലോത്ഭവനാഥയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പാപത്തിൻ്റെ കറപുരളാത്തൊരു ജീവിതം നിന്നിൽ ഉണ്ടാകണമേ എന്ന് തന്നെയാണ് പരിശുദ്ധ അമ്മ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി, പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അന്ന് കുരിശടയാളത്തോടുകൂടി ബെർണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവ് ചെയ്തത് ആ ബാലികയോടൊപ്പം ജപമാല മണി കയ്യിലേന്തി ജപമാല ചൊല്ലുകയായിരുന്നു. പ്രിയമുള്ളവരെ, ജപമാല മണി കയ്യിലേന്തുന്നവരെ അമ്മയ്ക്ക് ഇഷ്ടമാണെന്നുള്ള ഏറ്റവും സുന്ദരമായ സാക്ഷ്യമാണ് പരിശുദ്ധ ലൂർദ് നാഥയുടെ തിരുനാൾ. ജപമാല മണി കയ്യിലേന്തുക എന്ന് പറഞ്ഞാൽ ബൈബിൾ കയ്യിലേന്തുക എന്നർത്ഥം. ജപമാല ചൊല്ലുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്നർത്ഥം. ജപമാല ചൊല്ലുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ സ്നേഹിക്കുക എന്നർത്ഥം. പ്രിയമുള്ളവരെ, ഇന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ പരിശുദ്ധ ജപമാലയെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഉയർത്തേണ്ട ഒരു ചോദ്യമാണ്. എൻ്റെ കണ്ണുകളെ അങ്ങേറ്റം സന്തോഷിപ്പിച്ച ഒരു ചിത്രം ഒരു ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കവേ കണ്ടത് ഒരു കൊച്ചുകുട്ടി തൻ്റെ കയ്യിൽ ജപമാല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായത്. ഒത്തിരി സന്തോഷം തോന്നി. ഒരു വലിയ സാക്ഷ്യമാണ്. പൊതുജനത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ അമ്മയോടൊപ്പം ജപമാല ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി അമ്മയെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി മാറുകയാണെന്നുള്ളത് ആ കൊച്ചു ബാലിക എന്നെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, ജപമാലയെ സ്നേഹിക്കുന്നവൻ സ്വർഗത്തെ സ്നേഹിക്കുന്നുവെന്നാണ് ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഏതൊരു കൊടും പാപിയാണെങ്കിലും മരിക്കുന്നതിന് മുമ്പ് അനുതപിച്ച് ജപമാല മണി കയ്യിലേതിക്കൊണ്ട് പ്രാർത്ഥിച്ചോ, നിനക്കത് സ്വർഗം ഉറപ്പാണ്. ലുത്തിനിയെ ചൊല്ലുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലേ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എത്ര വലിയ പാപിയാണെങ്കിലും അവസാന നിമിഷം അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ജപമാലയെ നീ സ്നേഹിച്ചുവോ, ആ നിമിഷം നിനക്കായി സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടുമെന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുക. പാദ്രി പിയോ പറയുന്നു, ഒന്നല്ല 4 ജപമാല ചെല്ലുമ്പോഴാണ് ഒരു ജപമാല അതിൻ്റെ പരിപൂർണതയിലെത്തുന്നത് എന്ന്. 4 അല്ല, 10, 20, 50 അതിലേറെ ജപമാലകൾ ചൊല്ലുന്ന അനേകായിരം വിശ്വാസികൾ നമുക്കിടയിലുണ്ട്. പക്ഷെ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, നീ നിന്റെ ഹൃദയത്തിൽ കൈവച്ച് പറയുക,
നീ ജപമാലയെ സ്നേഹിക്കുന്നുണ്ടോ? മൂന്നാമതായി പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന അതിസുന്ദരമായിട്ടുള്ള മറ്റൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ആയിരിക്കുന്ന അനേകായിരങ്ങൾ അത്ഭുതങ്ങൾ പ്രാപിക്കുന്നത് ഒരേ ഒരു നിമിഷത്തിലാണ്. ദിവ്യകാരുണ്യം എഴുന്നള്ളിക്കൊണ്ട് പ്രദക്ഷിണം നടത്തുമ്പോൾ അവിടെ അത്ഭുതങ്ങളുടെ ഒരു പെരുമഴയാണ് സംഭവിക്കുക. അങ്ങനെ ഒരു പ്രദക്ഷിണത്തിൽ പങ്കെടുത്തതിൻ്റെ അനുഭവം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. വീൽ ചെയറിലും മറ്റുമായി രോഗികളെ കയ്യിലെടുത്ത് മാതാപിതാക്കളെ കണ്ണുനീരോടുകൂടി ലൂർദിലെ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ ആ ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുന്നത് കണ്ടാൽ ഇതിലേറെ വലിയ ഒരു അത്ഭുതമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണമായി നടന്നു നീങ്ങി അതിൻ്റെ അവസാനം അനേകായിരങ്ങൾക്കാണ് രോഗശാന്തി ലഭിക്കുന്നത്, അനേകായിരങ്ങൾക്കാണ് മാനസാന്തരമുണ്ടാകുന്നത്. മാതാവ് സ്പർശിച്ചതിൻ്റെ അനുഭവം ലൂർദിൽ ഇന്നും ഏറ്റവും കൂടുതൽ സാക്ഷ്യപ്പെടുന്നത് ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലാണ്. എന്തുകൊണ്ട്? ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ ലൂർദ് മാതാവ്. പ്രിയമുള്ളവരെ, ലൂർദ് മാതാവ് നമ്മോട് പറയുകയാണ്, നീ എൻ്റെ മകനെ സ്നേഹിക്കുക. ഇന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ നടന്ന ആ അത്ഭുതത്തിൽ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ അമ്മ എന്താണ് പറഞ്ഞത്? അവനെ ശ്രവിക്കുക. പരിശുദ്ധ അമ്മ വിരൽ ചൂണ്ടുന്നത് ദിവ്യകാരുണ്യത്തിലേക്കാണ്. ഏറ്റവും ആദ്യം ദിവ്യകാരുണ്യത്തിന്റെ പ്രദക്ഷിണം നടന്നത് ഗോൽഗോഥായിലേക്കുള്ള കുരിശിന്റെ വഴിയിലാണ്. ആ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? പരിശുദ്ധ അമ്മ തന്നെയാണ്. അമ്മയുടെ സ്നേഹം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവില്ലാതെ ഒരു വിശ്വാസിക്ക് സ്വർഗമില്ല. ക്രിസ്തുവിനെ നീ പ്രണയിക്കുക, ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുക, ആവോളം ദിവ്യകാരുണ്യത്തിന്റെ അനുഭവം നീ നേടിയെടുക്കുക. ഇന്ന് ഈ പരിശുദ്ധ ലൂർദ് നാഥയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിരൽ ചൂണ്ടുന്നത് ആഘോഷത്തിലേക്കല്ല, ഒരു ഓർമ്മപ്പെടുത്തലിലേക്കാണ്. എന്നിലേക്ക് തന്നെ ഇറങ്ങുവാൻ അമ്മ പറയുകയാണ്. പ്രിയമുള്ളവരെ, ആ എന്നിലേക്കുള്ള ഒരു തീർത്ഥാടനത്തിൽ അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ നീ തയ്യാറാണോ? മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരക്കൂട്ടിലേക്ക് പോകുവാൻ നീ തയ്യാറാണോ? ജപമാല ചൊല്ലി അമ്മയെ സ്നേഹിക്കുവാൻ നീ തയ്യാറാണോ? ദിവ്യകാരുണ്യം വിശുദ്ധിയോടുകൂടി സ്വീകരിച്ച് ആ ദിവ്യകാരുണ്യത്തിൻ്റെ മകനും മകളുമായി ജീവിക്കുവാൻ, സഞ്ചരിക്കുന്ന സക്രാരിയായി മാറുവാൻ നീ തയ്യാറാണോ? ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുന്നത്, പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം വിശുദ്ധിയുള്ള നിന്റെ ഹൃദയമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.